വൺസ് ടൈമിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് ഈ ഫ്ലോറിൽ വരുന്നത്. ആണോ? എനിക്ക് എന്തായാലും ടെൻഷൻ അടിക്കാതിരിക്കാൻ വയ്യ. ടെൻഷൻ അടിച്ചിട്ട് കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് പുള്ളി ആദ്യത്തെ ആണെന്ന് പറഞ്ഞ പുള്ളി ആണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി തോന്നി. ഇനി ഇന്നസെന്റ് ആയിട്ട് മത്സരിക്കാൻ വന്നതെന്നാണോ പുള്ളി വിചാരിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മനസ്സ് വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തു പറ്റി? ഞാൻ വിളക്ക് വെച്ചിട്ട് ഈ സംഭവം മോശമാണെന്ന് വരുമെന്ന് ഇപ്പൊ ഇയാൾ തന്നെയാണല്ലേ ചേട്ടന്റെ തലേന്ന് പോയി. ദൈവമേ. ഇന്നസെന്റ് സാർ നമസ്കാരം. പിഷാട് സാർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും നമുക്കറിയാം മലയാളത്തിൽ തന്നെ വ്യത്യസ്തമായ സ്ലാങ് ഉപയോഗിക്കുന്നത്. ഓരോ 4 മണിക്കൂർ കേരളത്തിൽ യാത്ര ചെയ്താലും ഭാഷ മാറിക്കൊണ്ടിരിക്കും. ഭാഷ മാറിക്കൊണ്ട് 4 വേണ്ട, 2 മണിക്കൂർ യാത്ര ചെയ്താൽ തന്നെ പല പല ഭാഷയിലെത്തും. ഇതൊക്കെ ഞങ്ങളെ ഗ്രാമത്തിലൊക്കെ നമുക്ക് ഇത്തരം ഭാഷകളൊക്കെ എത്തുന്നത് മലയാള സിനിമയിൽ കൂടിയാണ്. ഇന്നസെന്റ് സാറും അതുപോലെ കോഴിക്കോടാണെങ്കിൽ നമ്മുടെ മാമുക്കോയ, പപ്പുവേട്ടൻ, അതുപോലെ ജഗതി ചേട്ടൻ. എന്നാൽ ഞങ്ങളുടെ ഭാഷ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലേരി മാണിക്യം എന്ന സിനിമയിലൂടെ രഞ്ജിത്ത് സാറ് കുറച്ച് കേരളക്കരക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കേൾക്കാത്ത കുറച്ച് തമാശകളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ആ പാലേരി മാണിക്യത്തിലെ പൊക്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഹരിയും ഞാനും ഒക്കെ ഇരുന്ന ഒരു ഷോയിൽ നിങ്ങളെ പോലെ വന്ന ശ്രീജിത്ത് കൈവേലി എന്ന് പറയുന്ന ഒരാളാണ് അന്നത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന. അയാൾ പിന്നീട് സിനിമയിലെത്തി. യാദൃശ്ചികമാണ് നിങ്ങൾ വന്നത് കൈവേലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാന്നുള്ളത്. ഞാൻ കൈവേലി നേട്ടപ്പോൾ ആദ്യം നിങ്ങളെ ഓർത്തത് അതാണ്. നമ്മളെ പല സ്കൂളുകളിലൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടി കുട്ടിക്കൊക്കെ പ്രൈസ് കൊടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോകും. അപ്പൊ എന്നെയും വിളിച്ചുകൊണ്ടുപോകും. അപ്പൊ എന്നെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് സർട്ടിഫിക്കറ്റും ഈ ഷീൽഡും കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന നേരത്താണ് ഞാൻ ഈ കുട്ടിയുടെ അച്ഛനെ കണ്ടത്. അവൻ എൻ്റെ ക്ലാസ്മേറ്റാ. എന്തായാലും ഇത്രയും നന്നായി പഠിച്ച അവന്റെ ഭാഗ്യം പോയല്ലോ, ഇവനാണല്ലോ തല തൊട്ടത് എന്ന് വിചാരിക്കാം. പക്ഷേ അടുത്ത കൊല്ലം എക്സാം വന്നപ്പോഴും എനിക്കാണ് പ്രശ്നം. കാരണം അവനും മോശമായാൽ നമ്മുടെ തലയിലിരിക്കും. എന്നാൽ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ കാരണം? ആ കുട്ടിക്ക് ചിക്കൻ പോക്സ് വന്നു. പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അതാണ് ദൈവം ഇന്ന് എൻ്റെ കൂടെയുള്ളൂ. നമ്മൾ ചില കോളേജിൽ പരിപാടിക്ക് പോകുമ്പോൾ ഇതേപോലെ ഈ നമ്മളെ എഴുന്നള്ളിച്ച് കൊണ്ട് പ്രിൻസിപ്പലിന്റെ റൂമിലിരിക്കുമ്പോൾ ഈ പ്രിൻസിപ്പലിന് വെറുതെ ഒരു ചോദ്യം ചോദിക്കും. ഏതുവരെ പഠിച്ചു? ചോദിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. ഇതാണ് ഈ ചോദ്യം. അല്ല നമ്മളുടെ ക്വസ്റ്റ്യൻ എന്നോട് ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു തേർഡ് ഇയർ. അത് പൂർത്തിയാക്കിയില്ല. പൂർത്തിയാക്കിയില്ല. അതെന്താ? പൂർത്തിയാക്കാൻ ഞാൻ 8ാം ക്ലാസ്സിലാണ് തേർഡ് ഇയർ. BSc MSc എന്നല്ല. എന്നോട് ഇത് ചോദിക്കുമ്പോഴേ MPCP എന്നൊക്കെ പറയും, അല്ലെങ്കിൽ PPPCS എന്നൊക്കെ പറഞ്ഞൊരു കോഴ്സ് പറയും. ഇതെന്ത് കോഴ്സാന്ന് മനസ്സിലാകാത്ത കാരണം ഈ പ്രിൻസിപ്പൽ അങ്ങനെ വിടത്തേ ഉള്ളൂ. അപ്പോൾ സാറേ ഈ ഭാഷ എനിക്കിങ്ങനെ ഒരു ഭാഷയുടെ സംഭവം തോന്നാൻ കാരണം ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വയനാട് ഞങ്ങളെ കോഴിക്കോട് അടുത്താണ്. കുറ്റ്യാടി കഴിഞ്ഞാൽ പിന്നെ വയനാടാണ്. അവിടെ ഒരു ഉൾഗ്രാമത്തിലൊക്കെ ചെന്നപ്പോൾ അവിടെ 2 പേര് ഇങ്ങനെ സംസാരിക്കുന്നൊരു ഞാൻ കേട്ടു. 2 പേര് വളരെ ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഒരാളുടെ കോളറൊക്കെ പിടിച്ച് പറയുന്ന 5 തല വെള്ളം നെട്ട് ഞാട്ടം കൊണ്ടൊക്കെ ടൗട്ട് ഔട്ട് നെട്ടെന്നൊക്കെ IRD പിലോൻ്റെ അതിൻ്റെ അയ്യോ ആലൊന്ന് ചവട്ട് ഔട്ട് നെട്ടൊക്കെ എൻ്റെ ഡോളിൽ ഓളം ചട്ടിക്കൊണ്ട് ഔട്ട് ഔട്ട് നെറ്റിലെന്നൊക്കെ എന്നാലും എൻ്റെ ആറ്റിൻ്റെ അത്ര പിടിക്കണ്ടായത്. അതേ സമയത്ത് അവിടെയുള്ള മറ്റൊരാളോട് ചോദിച്ചു എന്താണ് ഇവർ സംസാരിച്ചതെന്ന്. അപ്പോൾ അയാൾ എന്നോട് ഇതിൻ്റെ മലയാളം പറഞ്ഞു തന്നു. മലയാളം തന്നെയാണ് സംസാരിച്ചത്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ആശയം എനിക്ക് പറഞ്ഞു തന്നു. 5 10 വെള്ളം കുടിക്കുന്ന കിണറ്റിൽ നീ കാട്ടം കൊണ്ട് കലക്കോ നോക്കി, അത് പോട്ടെ, അവർ തെറ്റില്ല നോക്കാം. IRDP ലോണിന് ഞാൻ മേടിച്ച പശുവിൻ്റെ കയ്യും കാലും ഇനി തച്ച് മുറിച്ച് അതും പോട്ടെ, അവർ തെറ്റില്ല നോക്കാം. എൻ്റെ 2 ഭാര്യകളിൽ ഭാര്യനെ നീ തട്ടിക്കൊണ്ടുപോയി, അതും പോട്ടെ, അവർ തെറ്റില്ല നോക്കാം. എന്നാലും എന്നോട് വായ്പ വാങ്ങിയ 10 റുപ്യ എടുക്കുന്ന നായ പറഞ്ഞു. എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് വമ്പിച്ച ബഹളം കേൾക്കുക. വമ്പിച്ച ബഹളം. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു മംഗലാപുരക്കാരൻ്റെ മംഗലം നടക്കുക. അവിടെ ബാംഗ്ലൂർക്കാരൻ വന്ന് ബഹളം ഉണ്ടാക്കി. അപ്പോൾ പെരുമ്പാവൂർക്കാരൻ അവിടെ നിന്ന് പിറങ്ങിപ്പോയി. അപ്പോൾ അഴിയൂക്കാരൻ അടിക്കാൻ വന്നേരം വടകരക്കാരൻ വടിയും വാങ്ങി. അപ്പോൾ കലൂർക്കാരൻ കല്ലിങ് എടുത്തറ എറണാകുളക്കാരൻ ഒറ്റേറ തലശ്ശേരിക്കാരൻ്റെ തലക്കാവുണ്ട് നേരെ കല്ല് സ്ലിപ്പായിട്ട് കണ്ണൂർക്കാരൻ്റെ കണ്ണിന്. ഈ സമയത്ത് കോഴിക്കോട്ടിലെ ചങ്ങായി ഒരു കോഴിക്കോട്ടിൽ ഇങ്ങനെ ഇരുന്നിനാ. അപ്പോൾ പാപ്പിന് ശരിയുള്ള ഒരു ചെക്കൻ ഈ അടിയുണ്ടാകുന്ന സമയത്ത് പേടിച്ചിട്ട് മൂപ്പറ ഏതോ ഒരു മഞ്ചയെ കൈയിട്ട് ഒരു മാളത്തിൽ ദ്വാരം മഞ്ച ഓട്ട ദ്വാരം ഇതൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്നത്. അപ്പടി ഇവനെ പാമ്പ് കടിച്ച് അയ്യോ പാമ്പ് കടിച്ചേന്ന് പറഞ്ഞാൽ ഭയങ്കര അട്ടഹാസാ. ഞാൻ ഈ ചെക്കനെ എടുത്ത് അങ്ങനെ തന്നെ ഒരു വൈദ്യരുടെ അടുത്ത് പോയി. വിഷാരിൻ്റെ അടുത്ത് പോകണ്ടേ, വിഷം ഇറക്കണ്ടേ. വൈദ്യരുടെ അടുത്ത് ചെന്നപാട് വൈദ്യർ നോക്കിയിട്ട് പറഞ്ഞു 101 തരം മരുന്നുകളടങ്ങിയ ഒരു കഷായം ഇവന് പെട്ടെന്ന് വെച്ച് കൊടുക്കണം, എന്നാലേ വിഷം ഇറങ്ങുമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു 101 തരം മരുന്നല്ലേ നിങ്ങൾ പറഞ്ഞോ, ഞാനത് എൻ്റെ തലയിൽ ഫീഡാക്കുമെന്ന് പറഞ്ഞു.
എന്താണെന്നറിയാം വരുന്നത് കുങ്കുമമേലത്തരി കറാമ്പ് ആയാളി ചതുകുപ്പ കലയങ്കൊമ്പ് കാറകൊലരും കൊത്തമ്പാതിരി കാഞ്ഞരക്കുരും കടകപ്പാല് കർപ്പത്തോട് ചെറുപ്പന്നരിയും മഞ്ചട്ടി പൊടിയകിൽ തകരമാഞ്ച് മക്കീരക്കല്ല് ദാനിക്ക ജടമാഞ്ച് കുന്തുരുക്കം തക്കോലം ചുക്ക് ചന്ദനം കന്മതം മഞ്ഞനക്കല്ല് നിലവേപ്പ് നാരങ്ങയും ചേർത്ത് പഴനാത്തർ വേപ്പന്തോൽ പടുവച്ചെടുത്ത വരമഞ്ഞൽ തോൽ തന്നി നായകൻ കണ്ടി വെണ്ണ പാച്ചോറ്റ് തോലും ചേർത്ത് താമറാണി രാമച്ചവും മേലം മുക്കുറ്റും ചേർത്ത് ചോരച്ചന്ദനം മായക്കവേമ്പ് ചിറ്റലങ്കടവ് പോത്തൻകൂ പീനാറി കരിങ്ങാലി അരയാലും തോലും ചേർത്ത് വെള്ളുള്ളിവിളി വെള്ളോട്ടുണ്ട അകിൽ കറുക ബർപ്പിടം ബ്രഹ്മി മരക്കല്ലുപ്പും ചേർത്ത് ഇവന് കഷായം വെച്ച് കൊടുത്താൽ ഇവൻ്റെ വിഷം ഇറങ്ങുമെന്ന്. ഞാൻ ഉടനെ ഇവനെ കൊണ്ടുവന്ന് ഈ കഷായം വെച്ച് കൊടുത്ത് വിഷം ഇറക്കി കൊണ്ടുവരുമ്പോൾ അച്ഛമ്മണ്ടല്ലോ ഒരു പാട്ടങ്ങ് പാടി. പൂമാതേ പൊന്നമ്മ പാട്ടുപാടിയാല് പേക്കങ്കോര മാറും വീക്കം മാറും. പൂമാതേ പൊന്നമ്മ പാട്ടുപാടിയാല് പൊത്തിയിലെ പാമ്പ് താലമടക്കൂ. അമ്മൂമ്മ അങ്ങ് പാടി. കാരണം ഈ പാമ്പിൻ്റെ ഇതവിടെ വന്നല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ഈ കുശുമ്പായിട്ട് പെണ്ണുങ്ങൾ അടിയുണ്ടാക്കുമ്പോൾ പോലും അവിടെ നാടൻ പാട്ടുണ്ട്. രണ്ട് പെണ്ണുങ്ങളെ അരക്കുന്ന കല്യാണ വീട്ടുകളെ വന്നത് ഇത് ഒരു സമയം അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആളെ കണ്ടുകൂടിയായിരുന്നു, ദേഷ്യമായിരിക്കും. അങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ ചോദിച്ച പാട്ട്, അതെല്ലാം പാട്ട് കൂടിയാ. ഇന്ത്യാങ്കരനും കൊന്തറം പല്ല് എന്ത്യാങ്കരനും കൊന്തറം പല്ല് എന്നിട്ടെന്താ തുള്ളിച്ചേ ഉമ്മള തമ്മിൽ മിണ്ടിയാല്. ഇന്ത്യാങ്കരനും തെങ്ങുമ്മക്കാറ്റം എന്ത്യാങ്കരനും തെങ്ങുമ്മക്കാറ്റം എന്നിട്ടെന്താ തുള്ളിച്ചേ ഉമ്മള തമ്മിൽ മിണ്ടിയാല്. അതായത് എൻ്റെ ഹസ്ബൻഡായ ശങ്കരന് കൊന്തറം പല്ലാണ്, എൻ്റെ ഹസ്ബൻഡിനും കൊന്തറം പല്ല. പിന്നെ എന്തിനാ നമ്മൾ തമ്മിൽ മിണ്ടിയാൽ എനിക്കെന്താ പ്രശ്നം? നിൻ്റെ ആൾക്ക് തെങ്ങുമ്മ കാറ്റാണ്, തേങ്ങ കൊയ്യലാണ്. എൻ്റെ ഹസ്ബൻഡിനും തേങ്ങ കൊയ്യലാണ്. പിന്നെ എന്താ നമ്മൾ തമ്മിൽ മിണ്ടിയാൽ? ഞങ്ങളുടെ അടുത്ത് ഒരാളുണ്ട്, തേങ്ങ മോഷണമാണ്, കൊയ്യലല്ല. പുള്ളി തേങ്ങ മോഷ്ടിക്കാൻ വേണ്ടി രാത്രിയാകുമ്പോൾ ഓരോ വീട്ടിൽ ചെന്നിട്ട് പതുക്കെ തെങ്ങി കയറും. അങ്ങനെ ഈ പുള്ളി തെങ്ങി കയറി, ഒരു വീട്ടിൽ കയറി തെങ്ങി കയറി തേങ്ങ ഇങ്ങനെ തിരിച്ച് തേങ്ങ ഞെട്ടും കൂടിയുള്ള കണക്ഷൻ വിട്ട സമയത്താണ് കൃത്യം ഇതിൻ്റെ ഓണർ സന്ധ്യയ്ക്ക് വന്നിട്ട് ഈ ടോർച്ചങ്ങ് അടിച്ച്. ഇയാളുടെ ടോർച്ച് എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് മകൻ ഗൾഫിൽ നിന്ന് കൊണ്ട് കൊടുത്തൊരു ടോർച്ചാണ്. ഈ സ്പോട്ട് ലൈറ്റിനേക്കാളും പവർ. അടിച്ചു കഴിഞ്ഞാൽ നല്ല വട്ടത്തിൽ എവിടെ വേണേലും പിടിക്കാൻ പറ്റും. ഈ ടോർച്ച് ഇങ്ങനെ അടിച്ചു വെച്ച് നേരെ അയാൾ തേങ്ങയും വിട്ട് തെങ്ങിൻ്റെ മണ്ടയിൽ ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ താഴെ നിന്ന് ഇയാൾ ടോർച്ച് അടിച്ചിട്ട് ഡാ എന്ന് വിളിച്ചപ്പോൾ ഇയാൾ മോളിൽ നിന്ന് കാണിച്ചു. ഉടനെ ഈ താഴെ ടോർച്ച് അടിച്ചാൾ എന്താ ഇയാള് തത്തക്കുഞ്ഞിനെ വേണോ എന്നൊരു ചോദ്യം. തത്തേനെ എടുക്കാൻ കയറിയതാണെന്ന് മേടിലേ. പിടിച്ച സമയത്ത് വേറെ രക്ഷപ്പെടാൻ വഴിയില്ല. എന്നിട്ട് ഓരോ സാധനം പറയുന്നതാ. തേങ്ങയുടെ കാര്യത്തിലേ അമ്മാവന് മരുവനുമായിട്ട് ഭയങ്കര വഴക്കാ. അപ്പോൾ പുള്ളി കുറേ തേങ്ങ ഇട്ടിട്ട് വീട്ടിലിട്ടിട്ട് കൂട്ടി തേങ്ങ എടുത്ത് എണ്ണി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം ഈ മരുമോൻ വന്നിട്ട് ഇങ്ങനെ അവിടെ ഒന്നും അറിയാത്തല്ലോ നിന്നു. അപ്പോൾ ഈ മരുമോനും കൂടെ അവകാശപ്പെട്ട തെങ്ങും പറമ്പും ഒക്കെയാണെന്നാണ് പറയുന്നത്. മരുമോൻ എന്താ വെച്ചാൽ ഒന്നും അറിയാത്തല്ലോ അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് രണ്ട് തേങ്ങ എടുത്തിട്ട് ഇവനൊരു ഒറ്റ ഓട്ടം ഓടി. അമ്മാവൻ പുറകടി എൻ്റെ തേങ്ങ തടാം എന്ന് പറഞ്ഞൊരു പുറകെ ഓടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ കിട്ടുന്നില്ല. അമ്മാവൻ ഇച്ചിരി പ്രായം അത് ഓടിയിട്ട് ഒപ്പം എത്താൻ പറ്റുന്നില്ല. ഓടി അങ്ങ് ചെന്നിട്ട് ഇവനൊരു ചെറിയ കാണയുണ്ട്. ഇവൻ ഈ മുന്നിൽ ഓടിയ ചെറുക്കിന് ഇത് ചാടി കിടന്നിട്ട് അപ്പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അമ്മാവൻ ഈ കാണയുടെ അവിടെ വന്ന് നിന്നപ്പോൾ മനസ്സിലായി ഇനി അവനെ കിട്ടൂല, അവൻ തേങ്ങയായിട്ട് പോയി എന്ന് പറഞ്ഞപ്പം പുള്ളി ഇവിടുന്ന് പറയാ അമ്മയോട് പറഞ്ഞേക്ക് തേങ്ങ അമ്മാവൻ തന്നതാന്ന്. ഉലകം ചുറ്റുന്ന ഒരു സഞ്ചാരി ഞങ്ങളുടെ നാട്ടിൻ്റെ ഭാഷയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരു യാത്രാ വിവരണം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ വടകര എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ പക്ഷികളെപ്പോലെ സംസാരിക്കുന്ന മനുഷ്യരെ കണ്ടു. പക്ഷികളെപ്പോലെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോപ്പിൽ ബസ് എത്തുന്ന സമയത്ത് ഹസ്ബൻഡ് പറയുക കീ കീ കീ, അപ്പോൾ ഭാര്യ കിയാ കിയാ കിയാ. അപ്പോൾ കണ്ടക്ടർ ബാങ്കി ബാങ്കി ബാങ്കി. പിന്നെ ഹസ്ബൻഡ് പറയൂ ബൂം ബൂം ബൂം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അതാവിടത്തൊക്കെ കീ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന. അപ്പോൾ ബാങ്കി 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 എന്ന് പറയും പെട്ടെന്ന്. അപ്പോൾ ഇതിന് മനോഹരമായിട്ടൊരു പാട്ട് നമുക്ക് സായനവര തന്നിട്ടുണ്ട്. യൂട്യൂബിൽ അത്രയും വ്യൂവേഴ്സ് ഉള്ള പാട്ടാ. അല്ലേ? ബാങ്കി 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 ബൂം ബൂം ബാങ്കി 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 ബൂം ബാങ്കി 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 ബൂം ബൂം ബാങ്കി 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 ബൂം. ഏടിയാന്നപ്പാ പോയിന് എന്താന്നപ്പാ കഴിച്ചിന് കുഞ്ഞോള്ളാൻ്റെ വീട്ടിൽ പോയിട്ട് കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിന് ബാങ്കി 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 ബൂം ബാങ്കി 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 ഈ കിളികളെ പോലെ വർത്താനം പറയുന്ന ഒരാളെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരാളൊരു മൈനയെ വളർത്തി. അപ്പോൾ ഈ മൈന വർത്താനം പറയുമല്ലോ. അപ്പോൾ ഇയാൾ കൂട്ടിലിട്ട് മൈനേനെ വാതിക്ക് തൂക്കിയിട്ടേക്കാണ്. ഈ പാൽക്കാരൻ രാവിലെ വന്നിട്ട് ഈ മൈനേനെ ഒരു തെറി പഠിപ്പിച്ചു. ഇയാൾ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഈ പാല് കോരിയിട്ട് കൊടുക്കുന്ന സമയത്ത് മൈനേനെ ഒരു ഡാഷ് എന്ന് പറയുന്ന ഒരു തെറി പഠിപ്പിച്ചു. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മൈന വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൂട്ടിക്കിടന്നിട്ട് ആര് വരുന്നു എല്ലാവരും ഡാഷ് ഡാഷ് ഇത് വിളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യുന്നു ഒരു രക്ഷയില്ല. ഈ ഓണറെ കണ്ടാൽ അപ്പം ഞാൻ എന്താണെന്നറിയോ, ഈ ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞപ്പോൾ അത്രയും ചെറിയൊരു തെറിയാണ്. ആ തെറി എന്താന്നാ ഞാൻ ആലോചിച്ചത്.
മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ ഇത് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മൈനെ കൊല്ലാം എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു രക്ഷയില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു വേണ്ട, കൊല്ലണ്ട, തുറന്നു വിട്ടേക്കോ, അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഇതിനെ തുറന്നു വിട്ടു. അതോടുകൂടി പ്രശ്നമായി. ഇപ്പൊ പുറകെ നടന്ന് തെറി പറയുക. മറ്റേത് വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇയാൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മരക്കൊമ്പിൽ വന്നിരുന്നിട്ട് ഡാഷ് ഡാഷ്, ഇയാൾ പാൽ സൊസൈറ്റി പോകുമ്പോൾ അവിടെ പുറകെ വന്നിട്ട് ഇതിനെ കല്ലെറിഞ്ഞിട്ടും കിട്ടുന്നില്ല, ഒന്നുമില്ല. ഇപ്പൊ അയാൾ വീട് മാറി പോയി. പക്ഷികൾക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കാക്ക കരയുമ്പോൾ ആ സംഭവം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. മലയോര മേഖലയാണ് എൻ്റെ നാടൊക്കെ. അവിടെയൊക്കെ എഴുന്നേറ്റ പാട് ഈ പക്ഷി കിടക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും മരത്തിൻ്റെ അടുത്ത് വരും. അപ്പം നമുക്ക് മലയാളത്തെ സ്നേഹിക്കാം. മലയാള ഭാഷതൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. സുധൻ കൈവേലി അടിപൊളിയായിരുന്നു, ഗംഭീരായിരുന്നു, സൂപ്പർ. വളരെ നന്നായിരിക്കുന്നു. പലരും പല നാടുകളിലെ ഭാഷകൾ പറയാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്തത് വളരെ രസമായിരിക്കുന്നു, നന്നായിരിക്കുന്നു സുധി.